So once again welcome back to my channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇട്ടെന്നുണ്ടെങ്കിലും വളരെയധികം വ്യൂസ് ഒന്നുമല്ല കേട്ടോ ഞാൻ മെയിൻ ചെയ്യുന്നത്. എനിക്ക് കുറച്ചധികം നല്ല കമൻസും ആൻഡ് പേഴ്സണലി എനിക്ക് DM ചെയ്തവരുണ്ട്. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. ആ ഒരു വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സോ അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. എന്താ പറയുക, കുറച്ച് ലൈക്ക് 19K അല്ലെങ്കിൽ 20K ആണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ള വ്യൂസ് എങ്കിലും കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ആയി എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് സോ ഹാപ്പി. അപ്പോൾ അത് മതി. അപ്പോൾ എന്തായാലും കുറേ സജഷൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലൈക്ക് എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ ലൈക്ക് വരും വ്ളോഗ്സിൽ ഐ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദാറ്റ്. പിന്നെ ഈ യൂട്യൂബിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ലൈക്ക് എൻ്റെ നിക്കാഹിൻ്റെ സമയത്ത് ആ ഒരു പരിപാടിൻ്റെ സമയത്ത് ഓഫ്ലൈൻ പോയതാണ്. വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ നല്ല ലാഗായി. പിന്നെ അത് പറ്റ നിർത്തി. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ബാക്ക് ടു ട്രാക്കിന് വരികയെന്ന് പറയുന്നത് കുറച്ച് മടി പിടിച്ച സംഭവമാണ്. സോ അതാണ് കുറച്ചധികം ടൈം എടുക്കുന്നത്. സോ ഇൻഷാല്ലാ ഞാൻ ഒരുപാട് സജഷൻസ് കണ്ടിട്ടുണ്ട് Q&A വീഡിയോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൂൺ ഞാനിങ്ങനെ ഓരോ വീഡിയോസായിട്ട് പതുക്കെയാണെങ്കിലും ബാക്ക് ടു ട്രാക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓൾസോ ഇപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പിൻ്റെ പേജ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രൈഡൽ മേക്ക് ഓവർ നോർമലി ലൈക്ക് ബേസിക്കലി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മിനിമൽ ബ്രൈഡൽ മേക്കപ്പ് പ്ലസ് ബ്രൈഡ്സ് മെയ്ഡിനുള്ള മേക്കപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു പേജ് ഇപ്പോൾ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓൾറെഡി ഒരു പേജ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അതൊരു 2020-19 ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എൻ്റെ സ്റ്റഡീസും കാര്യങ്ങളും വന്നപ്പോൾ ഞാനത് ലൈക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയതാണ്. സോ ഇപ്പോൾ എഗെയിൻ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് അന്നായാലും എനിക്ക് അധികം വർക്കൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം പഠിത്തം കാര്യങ്ങൾ വന്നപ്പോൾ അത് സ്റ്റോപ്പ് പോകേണ്ടി വന്നു. അപ്പോൾ ഇൻഷാല്ലാ ഇപ്പോൾ ഞാൻ അൽഹംദുലില്ലാഹ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ നീഡ് ഓൾ യുവർ സപ്പോർട്ട്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ഓരോ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ DM ചെയ്താൽ മതി. ഇൻഷാല്ലാ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. സോ അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബിഗിനർ ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഈ ഫേസ് റേസിങ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുടെ മെസ്സേജസ് ഞാൻ റാൻഡംലി കണ്ടിട്ടുണ്ട്, ഓരോ വീഡിയോസിൻ്റെ താഴെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തർ ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് ലിപ് പിഗ്മെൻറ്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലിപ്പിലുള്ള ഡാർക്ക് കളർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പ്രൊഡക്ട്സ് ഏതാണെന്ന് ചോദിച്ചിട്ട്. കുറച്ച് കാലം ഞാനിതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിട്ട് ഒരു മാറ്റവും ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത ആളാണ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഡോട്ട് ആൻഡ് കീ, അതുപോലെ തന്നെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സംഭവമാണ്. പക്ഷേ ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിഷ് കെയറിനത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ മറ്റേ നമ്മുടെ ഡീകൺസ്ട്രക്ഷൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, വാസ്റ്റിന് യൂസ് ചെയ്തിട്ടുണ്ട്, ലാബിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ലിപ് ബാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ എനിക്ക് വർക്കായിട്ടുള്ള 3 ലിപ് ബാമാണ് ഞാൻ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാസ്ലിൻ്റെ ലിപ് ബാമും അതുപോലെ തന്നെ വിഷ് കെയറിൻ്റെ ലിപ് ബാമും ഇത് രണ്ടും നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത സംഭവങ്ങളാണ് ഈ 2 പ്രൊഡക്ട്സും. സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇനി വിശ്വാസമില്ലെങ്കിൽ മേ ബി ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും ആളുകൾക്ക്. സോ ഇത് അത്യാവശ്യം യൂസ്ഡ് ആണ്. ആൻഡ് ദിസ് ഇസ് മൈ സെക്കൻഡ് ബോട്ടിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ലിപ് പിഗ്മെൻറ്റേഷനേക്കാളും കൂടുതൽ ലിപ്പ് മോയ്സ്ചറൈസ് ആയി നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഗതി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ്. ഇതൊരു ടിൻറ്റഡ് ലിപ് ബാമാണ്. ആൻഡ് ഓൾസോ ഇതിൽ SPF 15 ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഏകദേശം നിങ്ങൾക്ക് തന്നെ കാണാം ഇത്രമാത്രം യൂസ്ഡ് ആണ്. സോ ഇത് രണ്ടും എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മോയ്സ്ചേർഡ് ആൻഡ് ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലിപ് ബാമാണ്. സോ ഇത് രണ്ടുമാണ് കറൻ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലൈക്ക് ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു പരിപാടിൻ്റെ സമയം ലൈക്ക് പെട്ടെന്നാണല്ലോ എൻ്റെ സ്റ്റഡീസിൻ്റെ ഇടയിൽ ഞാൻ കംപ്ലീറ്റ് ആയി ഗ്രാജുവേറ്റ് ആയി നാട്ടിൽ വന്ന സമയത്ത് പെട്ടെന്നാണ് ഈ പരിപാടിയും കാര്യങ്ങളും വന്നത്. അപ്പോൾ ഞാനവിടെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിരുന്നത്. അപ്പോൾ കൂടുതലും ആ ഒരു ടൈമിൽ എനിക്ക് എന്താ പറയുക നല്ല പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു, ടു ബി ഹോണസ്റ്റ് ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ. ആൻഡ് ഇത് എല്ലാവർക്കും നോർമലി വരുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ ടാനിങ്ങും അല്ലെങ്കിൽ എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാനിങ്ങും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ യൂസ് കൊണ്ടാണ് ഇങ്ങനെ എൻ്റെ ലിപ്സ് ഭയങ്കര
പിങ്കിഷ് അല്ല, പക്ഷേ എങ്കിലൊരു നോർമൽ ടൈപ്പ് കളറായിരുന്നു. പക്ഷെ അതിന് പെട്ടെന്ന് ബ്ലാക്കിലോട്ട് പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ഇടങ്ങേറ് ഫീൽ ചെയ്തു. കാരണം പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലിപ്പ് പൊട്ടലും കാര്യങ്ങളും ഒക്കെ. സോ ആ ഒരു ലിപ്പ് പൊട്ടലിനും, അതായത് ലിപ്പ് പൊട്ടിപ്പോകുന്നതിനും അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക ഡ്രൈ ആവുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇത്. പിന്നെ ഇത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് പിഗ്മെൻറ്റേഷനിൽ ചെറിയൊരു മാറ്റം തോന്നിയത്. ആൻഡ് ഇത് വിഷ് കെയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇത് പ്രൊമോഷനൊന്നുമല്ലേ. ഇത് പിന്നെ നമ്മുടെ വാസ്ലിൻ്റെ ഈ ഒരു പാക്കേജിൽ വരുന്ന ലിപ്പാമാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഷെഡേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈക്ക് ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ ഒരു 1 മന്ത് 1.5 മന്ത് ഇല്ല 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്ത ഒരു സാധനമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ പേൾ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ് ബാം. ഇത് ഞാൻ ആക്ച്വലി ഞാൻ ലാസ്റ്റ് ഇട്ട യൂട്യൂബ് വീഡിയോയിൽ കാണിച്ചതാണ്. പക്ഷെ എന്നിട്ടും ഇങ്ങനെ ഓരോ ലൈക്ക് കമൻസും മെസ്സേജസൊക്കെ വന്ന കാരണം ഐ തോട്ട് ഐ വിൽ ഡു എ കംപ്ലീറ്റ് വീഡിയോ. സോ ഇത് യൂസ് ചെയ്യേണ്ട ടൈം എപ്പോഴാ, ഇത് യൂസ് ചെയ്യേണ്ട രീതി എപ്പോഴാന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് തന്നിട്ടുണ്ട്. ഇത് ഞാൻ ഡോക്ടറെ അടുത്ത് ജസ്റ്റ് എൻ്റെ ബാക്കിയുള്ള എന്താ പറയുക പ്രശ്നങ്ങൾ, ബാക്കിയുള്ള കൺസേൺസ് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള കേട്ടോ ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്. എനിക്കൊന്ന് തോന്നി, എനിക്ക് ആക്ച്വലി ഇത് യൂസ് ചെയ്താൽ തന്നെ മാറ്റം കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്കെന്തോ എന്താ പറയുക ഒന്ന് പെട്ടെന്ന് മാറ്റം കിട്ടണം, ഡോക്ടറോടൊന്ന് പറഞ്ഞു നോക്കാൻ വെച്ചിട്ട് വെറുതെ പറഞ്ഞു നോക്കിയതാ. എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, സോ അതിനും കൂടി എന്തെങ്കിലും ലിപ് ബാമോ കാര്യങ്ങളോ സജസ്റ്റ് ചെയ്യണം. സോ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ലിപ് ബാം ആയിരുന്നു ഇത്. ആൻഡ് ഇത് യൂസ് ചെയ്യേണ്ട രീതി ചെയ്യാൻ ഇപ്പം ഞാൻ എങ്ങനെ യൂസ് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. ഡോക്ടർ അങ്ങനെ പ്രത്യേകിച്ച് ഒരു രീതിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ മെഡിസിൻസോ ബാക്കി ഓയിൽമെൻറ്റ്സോ എടുക്കുന്ന രീതിയിൽ. പക്ഷെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഞാൻ കിടക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ മോയ്സ്ചറൈസറും പിന്നെ ഓയിൽമെൻറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ടൈമിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. കിടക്കുന്ന സമയത്ത് മാത്രം അപ്ലൈ ചെയ്യും. പിന്നെ വല്ലാണ്ട് ചുണ്ട് ലൈക്ക് ഡ്രൈ ആവുകയാണ് തോന്നുകയാണെങ്കിൽ അപ്പോഴും അപ്ലൈ ചെയ്തിരുന്നത്. അല്ലാതെ നമുക്ക് ഒരു ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഫേസ് റേസിങ്, നമ്മുടെ ഫേസിലുള്ള ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ബിഗിനറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ 2 ടൈപ്പ് ഓഫ് റേസേഴ്സ് മേടിക്കുന്നുണ്ട്. സോറി. സോ നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ 2 ടൈപ്പ് ഓഫ് ഫേസ് റേസേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് വളരെ ചീപ്പായിട്ടുള്ള ഫേസ് റേസർ, ഇത് നമുക്ക് ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതുപോലത്തെ ഫേസ് റേസേഴ്സ്. പിന്നെ ഒന്ന് വരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ബോഡി വൈസ്. അതുപോലെ തന്നെ ഞാൻ വേറെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇത് കാർമസി പറഞ്ഞിട്ടുള്ള, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, കാർമസി പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഫേസ് റേസേഴ്സ്. പിന്നെ ഇപ്പം ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്നത് ബോഡി വൈസിൻ്റെതാണ്. സോ യെസ്, അപ്പം നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും 2 ഓപ്ഷൻ അവൈലബിൾ ആണ് ഫേസ് റേസിങ്ങിൻ്റെ കേസിൽ. ഒന്ന് നമുക്ക് വളരെ ലോ ബഡ്ജറ്റിൽ, ഇപ്പോൾ ഈ ഒരു 3 വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. നിങ്ങൾക്ക് കാണാം. സോ 80 രൂപയാണ് ഈ ഒരു 3 വരുന്നത്. നേരെ മറിച്ച് ആ ടൈമിൽ ഇതിന് വരുന്നത് 299, ഏകദേശം 300 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. സോ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് പൈസ അധികമാണെങ്കിലും, എനിക്ക് നിങ്ങളെ കമ്പൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എങ്കിൽ എൻ്റെ സജഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാർമേസിയുടെയോ ബോഡി വൈസിയുടെയോ സാൻഫീഡോ അല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡ്സ് വേറെ ഉണ്ട് ഈ ഒരു റേസേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിങ് വരുന്ന റേസർ നോക്കുന്നതാവും ബെറ്റർ. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലൈക്ക് ഈ ഒരു സ്ട്രക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറിലാണ് വരിക. ലൈക്ക് ഇതിന് ഈ ഒരു ബ്ലേഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്മൂത്ത്നെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര ഷാർപ്പായിരിക്കും. ആൻഡ് ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന റേസർ. ഇതിന് ഇവിടെ ഒരു കയ്യേറ്റാക്കിയാലൊന്നും ലൈക്ക് ഭയങ്കര സേഫ്റ്റി ഒന്നും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന റേസർ എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഈ ഒരു റേസറാണ്. ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഈ ലോക്കൽ റേസേഴ്സിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. എന്നുവെച്ചാൽ ഭയങ്കര സ്മൂത്ത് വെച്ചാൽ ഭയങ്കര ഷാർപ്പണായിരിക്കും, സ്മൂത്ത് ആൻഡ് ഷാർപ്പണായിരിക്കും. അപ്പോൾ വേഗത്തിൽ ഇപ്പോൾ ബിഗിനറൊക്കെ ആണ്, നിങ്ങളൊരു ഫേസ് റേസ് ചെയ്യുന്ന ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫേസിൽ കട്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വെരി ഹൈ. ബിക്കോസ് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്കിതിനെക്കുറിച്ച് ഒരു ABCD അറിയില്ല, ഇത് എങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് മേടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് വാങ്ങി മുഖത്ത് പരീക്ഷിക്കലാണല്ലോ നമ്മളൊരു പണി. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ മേടിക്കുകയാണ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദി ബെസ്റ്റ് പ്രൊഡക്ട്സ്. അത് പ്രത്യേകിച്ച് റേസിങ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കട്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഗോ ഫോർ ഇങ്ങനത്തെ ഏതെങ്കിലും നല്ല പ്രൊഡക്ട്സ്. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ഓൺ ദിസ്
ലോക്കൽ പ്രൊഡക്ട്സ് ഓൺ ദി മാർക്കറ്റ്. എന്നെക്കാളും നല്ലത് ഇങ്ങനത്തെ ഏതെങ്കിലും പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഈ റേസിങ് ചെയ്യുമ്പോൾ എല്ലാവർക്കും തെറ്റായിട്ടുള്ളൊരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫേസ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഹെയർ അധികമായിട്ട് വരും എന്നുള്ളൊരു തെറ്റായ ധാരണ ഈവൻ എനിക്കായാലും ഉണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ ഒരു സംഭവമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കായാലും ഓരോരുത്തർ പറഞ്ഞു തന്നത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസത്തെ ഹെയർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എത്രയായിരുന്നു ഫേസിന് ഗ്രോത്ത് ഉണ്ടായിരുന്നത് ആ ഒരു അളവിൽ നമുക്ക് ഹെയർ ഫേസിൽ വീർത്തുള്ളൂ. അല്ലാതെ നമ്മൾ റേസ് ചെയ്തു ഹെയർ കളഞ്ഞതിന് ശേഷം അത് നമുക്ക് ഉണ്ടായതിനേക്കാൾ അധികം ഗ്രോത്ത് നമ്മുടെ ഫേസിൽ ഒരിക്കലും വരില്ല. നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ലെവലിലുള്ള ഗ്രോത്ത് നമുക്ക് വീണ്ടും വരുള്ളൂ. സോ ആ ഒരു തെറ്റായ ധാരണ ഈവൻ എനിക്കും ഉണ്ടായിരുന്നു. ആക്ച്വലി അത് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഗ്രോത്തേ നിങ്ങൾക്ക് പിന്നെയും വരുള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ വീക്ക്ലി അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ റേസ് ചെയ്യുന്ന ആളാണ്. ബിക്കോസ് ഞാൻ റേസ് ചെയ്തതിന് ശേഷം പിന്നെ സ്കിൻ കെയർ ചെയ്താലും മേക്കപ്പ് ചെയ്താലാണ് എപ്പോഴും ഒരു ഫ്ലോലെസ് ബേസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് നമ്മളെ ഫേസിൽ ചെയ്യുകയാണെങ്കിലും അത് പെട്ടെന്ന് അബ്സർവ് ആയി. അപ്പോൾ ഒരു സ്കിൻ കെയർ ആയിക്കോട്ടെ, മോയ്സ്ചറൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹെയർ ഉണ്ടാകുമ്പോൾ എന്തോ എനിക്ക് പേഴ്സണൽ എന്തോ ഒരു ഇറിറ്റേഷനാണ്. നേരെ മറിച്ച് നമ്മൾ റേസ് ചെയ്തിട്ട് എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനുള്ളൊരു റിസൾട്ട് എന്ന് പറയുന്നത് വേറെ ആവും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു റേസ് ചെയ്ത ഫേസിൽ മേക്കപ്പ് ചെയ്യുന്നതും റേസ് ചെയ്യാത്തൊരു ഫേസിൽ മേക്കപ്പ് ചെയ്യുന്നതും നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. എൻ്റെ കേസിൽ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ള ഒരാളാണ്. ഞാൻ ആദ്യം ചെയ്യുകയില്ലായിരുന്നു. ബിക്കോസ് ഉമ്മക്കായാലും ഉമ്മ ഇങ്ങനെ പറയും ചെയ്യേണ്ട, അധികം മുടി വരും. അപ്പോൾ ആ ഒരു സാധനം തന്നെയായിരുന്നു എൻ്റെ തലയിലും. ഞാനും ചെയ്യാറില്ലായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് മനസ്സിലായി, ഓരോരുത്തർ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായത് അങ്ങനെയല്ല, നമുക്കുള്ള പോലെ ഗ്രോത്ത് വരുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ റേസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇതുപോലത്തെ ഒരു ആലോവേറ ജെല്ലോ, ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു ബോഡി വൈസ് അല്ല, എനിക്ക് തോന്നുന്നു സാൻഫി ഫാർമസിയുടെ ഒക്കെ തന്നെ ഈ ഒരു അലോവേറ ജെൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. ഏതൊക്കെ റേസേഴ്സിൻ്റെ കൂടെ തന്നെ കോംബോ ആയിട്ട് ഈ ഒരു ജെല്ലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചതാണ് ഇങ്ങനെ ഏതോ ഷോപ്പിൽ നിന്ന്, ബഞ്ചാരാസിൻ്റെ സാഫ്രോൺ അലോവേറ സാഫ്രോൺ ജെൽ. സോ ഇത് നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കയ്യിലെടുക്കുക, നമ്മൾ ചെയ്യുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷനിൽ വേണം. ഇപ്പോൾ ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ റേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈഡൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാവും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കാൻ ഭയങ്കര എളുപ്പമാവും. പക്ഷെ നിങ്ങൾ ഈ ഒരു സൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് ഒന്നും കൂടി ഡിഫൈൻഡ് ആയി കിട്ടണമെങ്കിൽ ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ചുണ്ടിൻ്റെ ഏരിയ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാവ് വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉന്തി കൊടുത്തിട്ട് ചെയ്താൽ മതി. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ ഈ ഒരു എന്തെങ്കിലും ഒരു ജെല്ലോ കാര്യങ്ങളോ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് കട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ഒരു ജെല്ല് യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പരിപാടിയിലേക്ക് പെട്ടെന്ന് സ്മൂത്തായിട്ട് നമുക്ക് ഹെയർസും കാര്യങ്ങളും റിമൂവ് ചെയ്യാൻ പറ്റും. സോ യെസ്, അപ്പോൾ ഇതാണ് ബിഗിനർ ആയിട്ടുള്ള ഒരു ഫേസ് റേസിങ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യം ആലോചിക്കുക. ആൻഡ് എപ്പോഴും ഒരു ജെല്ല് കയ്യിൽ വെക്കുക കേട്ടോ. കാരണം എനിക്കൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്കൊന്നും ABCD അറിയില്ലല്ലോ. അപ്പോൾ ഒന്നാമത് ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിൽ നല്ല രീതിയിൽ പണി കിട്ടിയത്. അപ്പോൾ അതെന്തായാലും ഒന്ന് നോക്കുക. അപ്പോൾ യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതുപോലത്തെ എന്തെങ്കിലും സ്കിൻ കെയർ വ്ളോഗ്സോ ടിപ്സോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു ടോപ്പിക്കിൽ വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടോന്നോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സോ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.